നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ ഓട്ടോ ടാക്സിയും കാറും കൂട്ടിയിടിച്ച അപകടം. 3 പേർക്ക് പരിക്ക്. കാർ യാത്രക്കാരായ തൃശൂർ വടൂക്കര കറുകപ്പാടത്ത് മുഹമ്മദ് അലിയുടെ ഭാര്യ 58 വയസ്സുള്ള ഷീബ, മകൻ 28 വയസ്സുള്ള സുഹൈൽ, ഓട്ടോ ടാക്സി ഡ്രൈവർ കരിക്കാട് തറയിൽ ഷാഫി എന്നിവർക്കാണ് പരിക്കേറ്റത്. കാർ യാത്രക്കാരെ ആദ്യം പെരുമ്പലാവ് അൻസാർ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഓട്ടോ ടാക്സി ഡ്രൈവറെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വാഹനത്തിൽ കുടുങ്ങിയ ഷാഫിയെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. ഞായറാഴ്ച രാവിലെ 6 മണിയോടെ അക്കിക്കാവ് നോങ്ങല്ലൂർ ക്ഷേത്രം റോഡിന് സമീപത്താണ് അപകടം നടന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും തൃശൂരിലേക്ക് പോയിരുന്ന കാർ ഓട്ടോ ടാക്സിയിൽ ഇടിച്ച് സമീപത്തെ പറമ്പിലേക്ക് മറിയുകയായിരുന്നു. തലയെടുപ്പോടെ ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ പ്രതിമ വീണ്ടും ഭക്തർക്കും ആനപ്രേമികൾക്കും കാഴ്ചവിസ്മയം പകരും. നവീകരിച്ച പ്രതിമയുടെ സമർപ്പണം നടത്തി. ഗുരുവായൂർ ശ്രീവത്സം അതിഥി മന്ദിര വളപ്പിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് സമർപ്പണം നിർവഹിച്ചു. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് നിലവിളക്കിൽ ദീപം പകർന്നു. പ്രതിമയുടെ മസ്തകത്തിൽ കളഭം ചാർത്തി കഴുത്തിൽ നെയിം പ്ലേറ്റ് അണിയിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C. മനോജ്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ശില്പി എളവള്ളി നന്ദൻ തുടങ്ങി നിരവധി പേർ സമർപ്പണ ചടങ്ങിൽ പങ്കാളികളായി. 3 വർഷം മുമ്പ് നവീകരണം നടത്തിയ പ്രതിമയ്ക്ക് കേശവനുമായി രൂപസാദൃശ്യമില്ലെന്ന വ്യാപക പരാതിയെ തുടർന്നാണ് പുനർനിർമ്മിച്ചത്. പത്മനാഭന്റെ പ്രതിമ നിർമ്മിച്ച ശില്പി നന്ദൻ എളവള്ളിയുടെ നേതൃത്വത്തിൽ 12ഓളം പേർ ചേർന്ന് 4 മാസമെടുത്താണ് നവീകരണം പൂർത്തിയാക്കിയത്. നവീകരണത്തിന് ചെലവായ 10 ലക്ഷം രൂപ തൃത്താല കൃഷ്ണാമൃതത്തിൽ മണികണ്ഠൻ നായർ വഴിപാടായി നൽകി. പ്രതിമ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയവരെയും വഴിപാടുകാരെയും ദേവസ്വം ഉപഹാരം നൽകി ആദരിച്ചു. ഗുരുവായൂരിൽ രാത്രി ഹെൽമറ്റ് ധരിച്ച് സ്കൂട്ടറിൽ കറങ്ങി സ്ത്രീകൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വലൂർ കിഴക്കേക്കുളം അബ്ദുൾ വഹാബിനെയാണ് ACP C. പ്രേമാനന്ദകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ടെമ്പിൾ SHO G. അജയ്കുമാർ, SI U. മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥികളും ജോലി കഴിഞ്ഞു പോകുന്ന സ്ത്രീകളെയുമാണ് ഇയാൾ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. നിരവധി സ്ത്രീകൾ പരാതിയുമായി എത്തിയതോടെ മേഖലയിലെ 50ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. പിന്നീട് മഫ്റ്റിയിൽ മേഖലയിൽ കാത്തിരുന്നാണ് പ്രതിയെ പിടികൂടുന്നത്. ചാവക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിനു ജോൺസന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. കൂനമൂച്ചി സെന്ററിൽ സജ്ജമാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KF ഡേവിസ് നിർവഹിച്ചു. CPM ലോക്കൽ സെക്രട്ടറി MV സന്തോഷ് അധ്യക്ഷനായി. മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭുകുമാർ, വാർഡ് സെക്രട്ടറി ഷിബു, സ്ഥാനാർത്ഥി വിനു ജോൺസൺ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ UP രാജുവും കുടുംബവും അവതരിപ്പിച്ച മാൻഡോലിൻ കച്ചേരി ആസ്വാദകർക്ക് നാദവിസ്മയമൊരുക്കി. രാജുവും ഭാര്യ U. നാഗമണിയും മക്കളായ ജയവിഘ്നേശ്വർ, സുബ്രഹ്മണ്യ രാജു എന്നിവർ ചേർന്ന് അക്ഷരാർത്ഥത്തിൽ സംഗീത കുളിർമഴയാണ് പെയ്യിച്ചത്. ഹിന്ദോള രാഗത്തിൽ ദീക്ഷിതർ കൃതി ഗോവർദ്ധന ഗിരീശം എന്ന കീർത്തനത്തോടെയാണ് കച്ചേരിക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് സ്വാതി തിരുനാൾ കൃതിയായ നരസിംഹ മാമവ, ദേവദേവ ജഗദീശ്വര തുടങ്ങി കീർത്തനങ്ങളും അവതരിപ്പിച്ചു. യമുന കല്യാണി രാഗത്തിലുള്ള കൃഷ്ണ നീ ബേഗനെ ബാരോ ആലപിച്ചാണ് നാദവിസ്മയം അവസാനിപ്പിച്ചത്. മാൻഡോലിൻ കച്ചേരി രംഗത്തെ ആദ്യ വനിതയാണ് നാഗമണി. കോട്ടയം G. സന്തോഷ് കുമാർ മൃദംഗവും കാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഘടവും വായിച്ച് പക്കമേളമൊരുക്കി. ഡോക്ടർ NJ നന്ദിനി, മധുരൈ TNS കൃഷ്ണ എന്നിവരുടെ കച്ചേരികളും ആസ്വാദക ഹൃദയം കവർന്നു. നമ്പഴക്കാട് സെന്റ് സെബാസ്റ്റ്യൻ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ തിമിര രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു.
കൊച്ചിൻ ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ യൂത്ത് മൂവ്മെന്റ് ഓഫീസിൽ നടന്ന സൗജന്യ തിമിരരോഗ നിർണയ ക്യാമ്പ് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സന്തോഷ് ജാക്ക് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം രമാബാബു, ആക്ട്സ് കേച്ചേരി ബ്രാഞ്ച് പ്രസിഡന്റ് VA കൊച്ചുലാസർ, SSYM പ്രസിഡന്റ് CJ ഡേവിഡ്, സെക്രട്ടറി CO ജെയ്സൺ, വൈസ് പ്രസിഡന്റ് CF പോൾ, ട്രഷറർ MV തോമസ് എന്നിവർ സംസാരിച്ചു. സെന്റ് സെബാസ്റ്റ്യൻ യൂത്ത് മൂവ്മെന്റ് ഹാളിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ നടന്ന ക്യാമ്പിൽ 125-ലേറെ പേർ പങ്കെടുത്തു. പരിശോധനയിൽ തിമിരം സ്ഥിരീകരിച്ച 25 രോഗികൾക്ക് യാത്ര, ഭക്ഷണം എന്നിവ സഹിതം തികച്ചും സൗജന്യമായി ശസ്ത്രക്രിയയ്ക്കായി വ്യാഴാഴ്ച രാവിലെ കൊണ്ടുപോകും. ക്യാമ്പ് കോർഡിനേറ്റർ TR മണികണ്ഠൻ, കൊച്ചിൻ ഐ ഫൗണ്ടേഷനിലെ വിഷ്ണു പ്രസാദ്, ഷനോൺ, അനുമോൾ, ജ്യോതി, സുമതി, ഷിയ, ഹക്കീം എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. വെള്ളർക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ തിരുനാളിനെ കൊടിയേറി. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ, വിശുദ്ധ സെബസ്ത്യാനോസ്, പരിശുദ്ധ കന്യകാമറിയം, പരിശുദ്ധ അൽഫോൺസാമ്മ എന്നിവരുടെ സംയുക്ത തിരുനാൾ നവംബർ 29-30 ശനി, ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത്. രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്കു ശേഷം തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോസ് കോനിക്കര കൊടിയേറ്റം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി, ജനറൽ കൺവീനർ സേവ്യർ ചാലിശ്ശേരി, കൈക്കാരന്മാരായ PL ജോർജ്, TO ജോഷി, PF റിൻഡോ, CJ അനുജിത്ത് എന്നിവർ സന്നിഹിതരായി. തിരുനാൾ ദിനമായ 30-ന് രാവിലെ 10-ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജിതിൻ വയലുങ്കൽ കാർമ്മികനാകും. ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി പെരുന്നാൾ സന്ദേശം നൽകും. വൈകിട്ട് 4-ന് പാട്ടുകുർബാന, തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടക്കും. ഫാദർ ജെയിംസ് ആലപ്പാട്ട് കാർമ്മികനാകും. ഷോർട്ട് സർക്യൂട്ട് മൂലം അഗ്നിക്കിരയായി നാശനഷ്ടങ്ങൾ സംഭവിച്ച കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രധാന ഹാൾ ആധുനിക രീതിയിൽ നവീകരിച്ചതിന്റെ ഉദ്ഘാടനം നടന്നു. പുതുക്കിപ്പണിത ചേംബർ ടവർ ഹാളിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് KP സാക്സൺ നിർവഹിച്ചു. ചേംബർ സെക്രട്ടറി KM അബൂബക്കർ, ട്രഷറർ MK പോൾസൺ, വൈസ് പ്രസിഡന്റുമാരായ KT അബ്ദു, സുബിദാസ്, ജോയിന്റ് സെക്രട്ടറിമാരായ രാജു ചുങ്കത്ത്, AA ഹസൻ, യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി ജിനീഷ് തെക്കേക്കര, യൂത്ത് വിംഗ് പ്രസിഡന്റ് ബിനോയ് വടക്കൻ, വനിതാ വിംഗ് പ്രസിഡന്റ് ശ്രീജിഷ തുടങ്ങിയവർ പങ്കെടുത്തു. ചൂണ്ടൽ തത്വമസി ദേശവിളക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 15ാമത് ദേശവിളക്ക് മഹോത്സവവും അന്നദാനവും ഭക്തിനിർഭരമായി നടന്നു. ഞായറാഴ്ച വൈകിട്ട് 6:30-യോടെ ചൂണ്ടൽ പാറപ്പുറം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും വാദ്യഘോഷങ്ങളുടെയും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരുടെയും അകമ്പടിയോടെ മരത്തംകോട് മഠപതി അയ്യപ്പൻ ജ്യോതിപ്രകാശ് മകൻ ജയദേവൻ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിലുള്ള വിളക്കുപാർട്ടിയാണ് വിളക്കാഘോഷത്തിന് നേതൃത്വം നൽകിയത്. മാളികപ്പുറങ്ങൾ കയ്യിലേന്തിയ താലങ്ങളുടെയും ഒടുക്കുപാട്ടിന്റെയും കാവടിയുടെയും നാദസ്വരത്തിന്റെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പെഴുന്നള്ളിച്ചുള്ള വിളക്ക് ഘോഷയാത്ര ചൂണ്ടൽ ഗുരുവായൂർ റോഡിൽ പ്രത്യേകം സജ്ജമാക്കിയ വിളക്കുപന്തലിലെത്തി സമാപിച്ചു. തുടർന്ന് 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്ത പ്രസാദകൂട്ടിന് ശേഷം വിളക്കുപന്തലിൽ ഒടുക്കുപാട്ട്, തിരിയൊഴിച്ചിൽ എന്നിവ അരങ്ങേറി. പുലർച്ചെ നടന്ന പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, വെട്ട്, തട, കനലാട്ടം തുടങ്ങിയ ആചാരപ്രകടനങ്ങളോടെ വിളക്കാഘോഷത്തിന് പരിസമാപ്തിയായി. ദേശവിളക്കിനോടനുബന്ധിച്ച് വ്യാഴാഴ്ച ക്ലാസിക് നൃത്തനൃത്യങ്ങളും വെള്ളിയാഴ്ച ഡോക്ടർ പ്രശാന്ത് വർമാജി അവതരിപ്പിച്ച മാനസ ജപലഹരിയും അരങ്ങേറി. കാട്ടകമ്പാൽ YMCAയും കുന്നംകുളം തയ്യാറോയിൽ ആശുപത്രിയും ചേർന്ന് അത്യാഹിത ഘട്ടങ്ങളിൽ പ്രാഥമിക പരിചരണം നടത്തേണ്ടതിനെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി. പരിരക്ഷ എന്ന പേരിൽ YMCA ഹാളിൽ നടത്തിയ ക്യാമ്പ് സബ് റീജിയൻ ചെയർമാൻ ജോൺസൺ മാരാക്കോ ഉദ്ഘാടനം ചെയ്തു. ദയ ഹോസ്പിറ്റൽ സെൻട്രൽ ഹെഡ് സേതുരാജ്, റിസോഴ്സ് പേഴ്സൺ അബ്ദുൾ ബഷീർ, ഡോക്ടർ ഗായത്രി എന്നിവർ ക്ലാസും പരിശീലനവും നൽകി. YMCA പ്രസിഡന്റ് മോഹനൻ മാസ്റ്റർ, സെക്രട്ടറി അനിൽ P. മാത്യു, ട്രഷറർ തമ്പി മാസ്റ്റർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കാട്ടകമ്പാൽ YMCAയുടെ ആഭിമുഖ്യത്തിൽ ബാലചിത്രരചനാ മത്സരം നടത്തി. 5 മുതൽ 15 വയസ്സുവരെയുള്ള കുട്ടികളെ 4 വിഭാഗമാക്കിയാണ് മത്സരം നടത്തിയത്. പ്രകൃതിയോടൊപ്പം ജീവിക്കുക എന്ന വിഷയത്തിലായി നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ 100-ലധികം കുട്ടികൾ പങ്കെടുത്തു. മത്സര വിജയികൾക്ക് YMCA പ്രസിഡന്റ് മോഹനൻ മാസ്റ്റർ, സെക്രട്ടറി അനിൽ P. മാത്യു, ട്രഷറർ തമ്പി മാസ്റ്റർ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനവും നൽകി. ചരമം. കുന്നംകുളം ചെമ്മണ്ണൂർ സ്രാമ്പിക്കൽ തുപ്രൻ മകൻ കുഞ്ഞുമോൻ നിര്യാതനായി. 81 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി.
സുലോചന ഭാര്യയും രേണുക, പരേതയായ ഷീല, ജിഷ, ബിനു എന്നിവർ മക്കളുമാണ്. അഞ്ഞൂർ തൊഴിയൂർ കേശവൻ മകൻ സത്യൻ നിര്യാതനായി. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാർഗവി ഭാര്യയും സബിത, സൗമ്യ, സജിൻ, സുസ്മിത എന്നിവർ മക്കളുമാണ്. കാണിപ്പയ്യൂർ പഴൂർ വിജയൻ നായർ നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം പുന്നയൂർക്കുളത്തെ വീട്ടുവളപ്പിൽ നടത്തി. പരേതയായ ദാക്ഷായണിയമ്മയാണ് ഭാര്യ. മണികണ്ഠൻ, ഉദയകുമാർ, പത്മജ, അശ്വതി എന്നിവർ മക്കളാണ്. കാവീട് നീലങ്കാവിൽ ലാസർ മകൻ ജേക്കബ് നിര്യാതനായി. 87 വയസ്സായിരുന്നു. ദീർഘകാലം കാവീട് ദേവാലയത്തിലെ ശുശ്രൂഷയായിരുന്നു പരേതൻ. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 4:30 കാവീട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ വെച്ച് നടത്തും. മേരി ഭാര്യയും പോൾസൺ, സിസിലി, ലിസി, പൽസ, ജോൺസൺ എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.